നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. നോക്കാം ആദ്യം പ്രധാന തലക്കെട്ടുകൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പരിശോധനയ്ക്ക് അയച്ച ശരീരഭാഗങ്ങൾ ആക്രിക്കാരൻ കൊണ്ടുപോയതെന്ന് സ്ഥിരീകരിച്ചു. ആക്രിയാണെന്ന് കരുതി എടുത്തതെന്ന് യുവാവിന്റെ മൊഴി. മോഷ്ടിച്ചതല്ലെന്ന് പോലീസ്. കോട്ടയം തിരുവാർപ്പിൽ നെല്ല് സംഭരണം പ്രതിസന്ധിയിൽ. 100 കിലോ നെല്ലെടുത്താൽ 98 കിലോയുടെ പണം മാത്രമേ നൽകൂ എന്ന മില്ലുടമകൾ. കൊയ്തെടുത്ത നെല്ല് പാടത്ത് കെട്ടിക്കിടക്കുന്നു. എടപ്പാൾ ചെർപ്പളശ്ശേരിയിൽ കുടിവെള്ളക്ഷാമം. വെള്ളത്തിനായി ആയിരങ്ങൾ ചെലവാക്കേണ്ട ഗതികേടിൽ പ്രദേശവാസികൾ. ഉപ്പുവെള്ള ഭീഷണിയിൽ കാസർഗോഡ് പുറത്തെക്കൈ ദ്വീപ് നിവാസികൾ. വർക്കലയിൽ ഗൃഹനാഥനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 3 പേർ അറസ്റ്റിൽ. പിടിയിലായവരിൽ 16കാരനും പ്രതികൾ റിമാൻഡിൽ. ഇടുക്കി ഗ്രാമ്പിയിൽ കണ്ടെത്തിയ കടുവയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടെന്ന് വനം വകുപ്പ്. കൂട്ടിൽ കയറിയില്ലെങ്കിൽ മയക്കുവെടി വയ്ക്കുമെന്ന് കോട്ടയം ഡിഎഫ്ഒ. വാർത്തകൾ വിശദമായി നോക്കാം. തിരുവനന്തപുരം വർക്കലയിൽ ഗൃഹനാഥനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശികളായ ഷാനി, സുഹൃത്ത് മനുവിന്റെ 16കാരനായ മകൻ എന്നിവരെ വർക്കല പോലീസ് പിടികൂടി. വർക്കല കരിനിലക്കോട് സ്വദേശി സുനിൽ ദത്താണ് കൊല്ലപ്പെട്ടത്. സഹോദരി ഉഷകുമാരിക്കും തലയ്ക്ക് വെട്ടേറ്റിരുന്നു. പിടിയിലായ ഷാനി ഉഷാകുമാരിയുടെ ഭർത്താവാണ്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പാലക്കാട് കൊപ്പത്ത് അതിർത്തി തർക്കത്തിനിടെ അച്ഛനും മകനും വെട്ടേറ്റു. മണ്ണങ്ങോട് സ്വദേശി ചാമി, മകൻ വൈശാഖ് എന്നിവർക്കാണ് വെട്ടേറ്റത്. അയൽവാസിയായ വിനോദാണ് വെട്ടുകത്തിക്കൊണ്ട് ഇവരെ വെട്ടിപ്പരുക്കേൽപ്പിച്ചത്. ഇരുവർക്കും തലയ്ക്കും കൈക്കും ഗുരുതരമായി പരുക്കേറ്റു. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ഥലത്തിന്റെ അതിർത്തിയിൽ മതിൽ കെട്ടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. വിനോദിനെ കൊപ്പം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ കണ്ടെത്തിയ കടുവയുടെ ആരോഗ്യസ്ഥിതി അല്പം മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് വനം വകുപ്പ്. കടുവയ്ക്കായി മറ്റൊരു കൂടുകൂടി സ്ഥാപിക്കും. കൂട്ടിൽ കയറിയില്ല എങ്കിൽ മയക്കുവെടി വയ്ക്കുന്ന കാര്യവും ആലോചിക്കുമെന്ന് കോട്ടയം ഡിഎഫ്ഒ എൻ രാജേഷ്. തിരുവനന്തപുരം വിതുരയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. വിതുര മാങ്കാലയാലാണ് കാട്ടാൻ ഇറങ്ങിയത്. ഇന്നലെ രാത്രിയാണ് ഒറ്റയാൻ ഇറങ്ങിയത്. വിതുര കല്ലാറിൽ 2 ആഴ്ച മുൻപ് LP സ്കൂളിന്റെ മതിൽ തകർത്ത ആന തെങ്ങ് പഴുത് എറിഞ്ഞിരുന്നു. ആനശല്യം ചെറുക്കാൻ വനം വകുപ്പ് നടപടി എടുക്കുന്നില്ലെന്നാണ് ആരോപണം. കിഴിവിന്റെ പേരിൽ തർക്കം രൂക്ഷമായതോടെ കോട്ടയം തിരുവാർപ്പിൽ നെല്ല് സംഭരണം പ്രതിസന്ധിയിൽ. 100 കിലോ നെല്ലെടുത്താൽ 98 കിലോയുടെ പണം മാത്രമേ നൽകൂ എന്നാണ് ഇത്തവണ മില്ലുടമകൾ പറയുന്നത്. മുൻപ് ഒരു കാലത്തും കിഴിവ് നൽകാത്ത പാടങ്ങളിൽ 2% ആവശ്യപ്പെട്ടതാണ് മലരിക്കലിൽ തർക്കത്തിന് കാരണമായത്. കർഷകരുടെ ദുരിതത്തിന് ഇക്കൊല്ലവും ഒരു മാറ്റവുമില്ല. മില്ലുടമകൾ ഏജന്റുമാർ വഴി കർഷകരെ ചൂഷണം ചെയ്യുന്നത് തുടർക്കഥയാകുന്നു. കൊയ്ത്ത് കഴിഞ്ഞ് 2 ആഴ്ചയായിട്ടും സർക്കാർ ഉറക്കത്തിലാണ്. ഇതോടെ വേനൽ മഴയെത്തിയാൽ ഈ വർഷത്തെ അധ്വാനം മുഴുവൻ വെള്ളത്തിലാകുമെന്ന ആശങ്കയിൽ ഉറക്കം നഷ്ടപ്പെട്ട് കഴിയുകയാണ് മലരിക്കലെ കർഷകർ. ഞങ്ങളുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇത് 2 ആഴ്ചയായിട്ട് ഇത് കൊയ്ത് കിടക്കുന്ന നെല്ല ഇതിനായിട്ടും ഈ സപ്ലൈക്കോ എടുത്തിട്ടില്ല. ഇത് താഴേന്ന് മഴയെ പേടിച്ച് താഴത്തെ കണ്ടത്തിൽ നിന്ന് ഞങ്ങൾ വാരി റോഡ് സൈഡിലോട്ട് ഇട്ടേക്കുവാണ്. അത് 6000 രൂപ കൊടുത്താണ് ഞങ്ങൾ ഇത് മറിച്ചിടിയിച്ചത്. ഞങ്ങൾ 6-7 മാസം കിടന്ന് കണ്ടെത്തി കിടന്ന് കഷ്ടപ്പെട്ട് ഇതുണ്ടാക്കിയ മുതല. ഇത് വണ്ടിക്കാർക്കും പണിക്കാർക്കും വളയിടിക്കാർക്കും വിഷക്കാർക്കും ഒക്കെ കൊടുത്ത് കഴിഞ്ഞ് ഈ കിടപ്പൂടെ കിടന്ന് ഞങ്ങൾ എവിടെ ചെന്ന് ആത്മഹത്യ ചെയ്യേണ്ട വരികയില്ല. മലരിക്കലിൽ 1800 ഏക്കർ പാടശേഖരമുള്ളതിൽ 400 ഏക്കറിലെ കൊയ്ത്താണ് പൂർത്തിയായത്. 25ഓളം യന്ത്രങ്ങൾ ഇപ്പോഴും കൊയ്തുകൊണ്ടിരിക്കുകയാണ്. റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തത് കൃഷി കൂടുതൽ നഷ്ടമാകുന്നതിന് കാരണമാകുന്നതായി കർഷകർ പറയുന്നു. ഈ പാടശേഖരത്തിന് 1800 ഏക്കറാണ്. ഞങ്ങളുടെ നെല്ല് ഇവിടം വരെ ഓടി വരണമെങ്കിൽ 1 മണിക്കൂർ എക്സ്ട്രാ വണ്ടിക്ക് പൈസ. നേരെ മറിച്ച് ഇതിന് നടുക്കൂടെ ഒരു റോഡുണ്ടല്ലേ, ഇതിന് നടുക്കൊരു തോടുണ്ട്. ആ സൈഡിൽ കൂടെ ഒരു റോഡൂടെ ഗവൺമെന്റിൽ നിന്ന് കിട്ടുവാണെങ്കിൽ കേട്ടല്ലോ എന്ത് രൂപ എത്ര ലാഭമാണെന്ന് അറിയാം. മില്ലുടമകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാൻ കർഷകർ തയ്യാറായിട്ടില്ല. വിവിധ കർഷക സംഘടനകളും കോൺഗ്രസും BJPയുമെല്ലാം പാടി ഓഫീസ് ഉപരോധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ സമരങ്ങൾ നടത്തിയിരുന്നു.
പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇന്നലെ മലരിക്കൽ സന്ദർശിച്ച് പ്രശ്നം നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. മലപ്പുറം എടപ്പാൾ ചെർപ്പളശ്ശേരിയിൽ കുടിവെള്ളം കിട്ടാക്കനിയാണ്. പഞ്ചായത്തിന്റെ കുഴൽക്കിണർ മാത്രമാണ് ഇവരുടെ ഏക ആശ്രയം. പ്രതിമാസം ആയിരങ്ങൾ വെള്ളത്തിനായി മാത്രം ചെലവാക്കേണ്ട ഗതികേടിലാണ് ഇവിടുത്തെ പ്രദേശവാസികൾ. ചെർളശ്ശേരിയിൽ 35ഓളം കുടുംബങ്ങളുണ്ട്. വേനൽ കടുത്തതോടെ ഇവർ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ്. പഞ്ചായത്തിന്റെ പൊതുകിണറാണ് ഏക ആശ്രയം. വേനലായതോടെ ഈ കിണറിലും വെള്ളം കുറഞ്ഞു. ടാങ്കറിലൂടെ വെള്ളം എത്തിക്കുക മാത്രമാണ് പോംവഴി. ഇതിനായി വലിയ വില നൽകണം. സാധാരണക്കാരായ കുടുംബങ്ങൾക്കിത് താങ്ങാനാകുന്നതിലും അപ്പുറമാണ്. പ്രതിമാസം ആയിരങ്ങൾ വെള്ളത്തിനായി മാത്രം ചിലവാക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. ഞങ്ങൾക്ക് കുടിവെള്ളമില്ല, ഒരു കാര്യത്തിനും വെള്ളമില്ല. ഞങ്ങൾ പൈസ കൊടുത്തിട്ടാണ് വെള്ളം വാങ്ങുന്നത്. 2-3 മാസമായി വെള്ളം വാങ്ങൽ തുടങ്ങിയിട്ട്. ഞങ്ങൾക്ക് മോട്ടോർ കേടുന്ന അത് ആരെ കൊണ്ടുപോയി എന്താന്നുള്ളത് എനിക്കറിയില്ല. അതോടുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം വേണം. ഇവരാകെ ചെലവാക്കിയത് ഇവിടെ മോട്ടോർ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഈ ബാക്കി പൈസ ഇവർ എന്ത് ചെയ്ത് മോട്ടോർ പേര് ഇതിൻ്റെ കൂടെ ചെയ്യേണ്ടതാണ്. മെമ്പറിനോട് വെച്ചപ്പോൾ മെമ്പർ ഒന്നും അറിഞ്ഞിട്ടില്ല ഈ കാര്യങ്ങൾ. മെമ്പർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണ പോലും ഇല്ല. കുടിവെള്ളം ലഭ്യമാക്കാൻ അധികൃതർ തയ്യാറാകാത്തതിൽ പ്രദേശവാസികൾക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ട്. സമരമല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ന്യൂസ് 18 തിരൂർ. പുഴയിലെ ഉപ്പുവെള്ളം വീട്ടുപറമ്പിലേക്ക് എത്തിയതോടെ ദുരിതത്തിലാണ് കാസർഗോഡ് നീലേശ്വരം പുറത്തേക്കൈ ദ്വീപ് നിവാസികൾ. വേലിയേറ്റ സമയത്താണ് 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് ഉപ്പുവെള്ളം നിറയുന്നത്. നീലേശ്വരം നഗരസഭയിലെ പുഴയോട് ചേർന്ന് കിടക്കുന്ന പുറത്തേക്കൈ ദ്വീപിലേക്കാണ് തേജസ്വിനി പുഴയിൽ നിന്ന് വേലിയേറ്റ സമയത്ത് ഉപ്പുവെള്ളം കയറുന്നത്. വീട്ടുമുറ്റം വരെ ഉപ്പുവെള്ളം വന്ന് നിറയുന്നതാണ് സാഹചര്യം. മുൻകാലങ്ങളിലൊന്നും ഇത്തരത്തിൽ വെള്ളം വന്ന് നിറയുന്ന സാഹചര്യം ഇല്ലായിരുന്നുവെന്നും ആഴ്ചകളായി ദുരിതത്തിലാണെന്നും നാട്ടുകാർ പറയുന്നു. ഉപ്പുവെള്ളം കാരണം കൃഷിയിടങ്ങൾ നശിക്കുകയാണ്. ചെളിയും ദുർഗന്ധവും പ്രാണിശല്യവും വർദ്ധിച്ച് വീടുകളിൽ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു. പാർശ്വഭിത്തി തകർന്നിട്ട് ഇപ്പോൾ 10-20 വർഷമായി. മുമ്പെല്ലാം 3 വർഷം കൂടുമ്പോൾ മെയിൻ്റെനൻസ് ചെയ്യാറുണ്ട്. ഇപ്പം അങ്ങനത്തെ ഒരു പരിപാടി ഇറിഗേഷൻ വകുപ്പ് ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഇപ്പോൾ 2 വർഷമായിട്ട് നമ്മളെ പുറത്തേക്ക് ഗ്രാമനിലൊരു ദ്വീപാണ്. ചുറ്റുപാടും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപ്. ഇവിടെ കുടിവെള്ള ആശ്രയം തന്നെ പൈപ്പ് വെള്ളമാണ്. ഇപ്പോൾ ഒരു 120 വീട് പുറത്തേക്ക് പരിസരത്തായിട്ട് ഉണ്ട്. നമ്മൾ ഈ പുറത്തേക്ക് അവരെല്ലാം ഇപ്പം ദുരിതത്തിലാണ്. ഇപ്പം വെള്ളം കയറിയതുകൊണ്ട് വീടിൻ്റെ ചുമരുകളിൽ നിന്ന് കല്ല് പൊടിഞ്ഞു പോകാൻ വേണ്ടി തുടങ്ങി. ഇപ്പം അതുപോലെ തെങ്ങ് വാഴ കൃഷി കഴുങ്ങ് ഇതെല്ലാം ഇപ്പം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ തൊട്ടടുത്തില്ല പറമ്പിലെ തെങ്ങെല്ലാം മുറിച്ച് മാറ്റിയായിരുന്നു ഈ ഉപ്പുവെള്ളത്തിൻ്റെ വേലിയേറ്റം കൊണ്ട്. നീലേശ്വരം നഗരസഭയിലെ തീരദേശ വാർഡുകളായ പുറത്തേക്കായി കടിഞ്ഞുമൂല പ്രദേശങ്ങളിലെ 100 കണക്കിന് കുടുംബങ്ങൾക്കാണ് ദുരവസ്ഥ. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി നീലേശ്വരം പുഴയുടെ പല ഭാഗത്തും ബണ്ടുകൾ നിർമ്മിച്ചത് ഉപ്പുവെള്ളം വീട്ടുപറമ്പുകളിൽ എത്തുന്നതിന് കാരണമായെന്ന് പ്രദേശവാസികൾ പറയുന്നു. തേജസ്വിനി പുഴയിൽ ഹൗസ് ബോട്ടുകൾ തള്ളുന്ന മാലിന്യങ്ങളും ഉപ്പുവെള്ളത്തിനൊപ്പം വീടുകളിലേക്ക് എത്തുന്നുണ്ട്. തൈക്കടപ്പുറം മുതൽ നീലേശ്വരം പാലം വരെ പാർശ്വഭിത്തി നിർമ്മിച്ചാൽ മാത്രമേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താനാകൂ. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭമുണ്ടാകുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ന്യൂസ് 18 കാസർഗോഡ്. ഇടുക്കി വെള്ളത്തൂവൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മതിയായ സൗകര്യമില്ലെന്ന് പരാതി. പുതിയ കെട്ടിടം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്നാണ് ഇവിടത്തുകാരുടെ ആവശ്യം. വകുപ്പുകൾ തമ്മിലുള്ള തർക്കമാണ് വികസനത്തിന് തടസ്സമാകുന്നത്. ദിവസവും 100 കണക്കിന് രോഗികൾ ചികിത്സ തേടിയെത്തുന്നുണ്ട് വെള്ളത്തൂവൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ. എന്നാൽ രോഗികളുടെ ബാഹുല്യം കണക്കിലെടുത്തുള്ള സൗകര്യം ഇവിടെ ഇല്ലെന്നാണ് പരാതി. പുതിയ ചികിത്സാ ബ്ലോക്കുകൾ ഒന്നും നിർമ്മിച്ചിട്ടില്ല. മതിയായ സ്ഥല സൗകര്യമില്ലാത്തതാണ് ആശുപത്രി വികസനം വൈകാൻ കാരണമെന്നാണ് ആക്ഷേപം. വെള്ളത്തൂവൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനമുണ്ടായെങ്കിലും നടപ്പായില്ല. കെട്ടിടം നിർമ്മിക്കേണ്ടുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചുള്ള വകുപ്പ് തല തർക്കമാണ് തടസ്സമായി പറയുന്നത്. സാധാരണക്കാരായ ആളുകൾ ചികിത്സ തേടിയെത്തുന്ന ഈ കുടുംബാരോഗ്യ കേന്ദ്രം അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് 18 ഇടുക്കി. വേനൽ കനക്കുന്നതോടെ വനം വകുപ്പ് നടത്തുന്ന കൺട്രോൾ ബേണിംഗിനെതിരെ വിമർശനവുമായി പരിസ്ഥിതി സംഘടനകൾ. വേനൽക്കാലത്ത് കാട്ടുതീ തടയാനെന്ന പേരിൽ നടത്തുന്ന കൺട്രോൾ ബേണിംഗ് അശാസ്ത്രീയമാണെന്നാണ് ആക്ഷേപം. പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരളയാണ് ആക്ഷേപം ഉന്നയിച്ചത്. വിവിധ ഇനം പുൽച്ചെടികളും കരിയിലകളും മറ്റും നിറഞ്ഞ ഭാഗത്ത് നടത്തുന്ന കൺട്രോൾഡ് ബേണിംഗ്
അഥവാ നിയന്ത്രിതമായ തീയിടൽ പലപ്പോഴും പ്രകൃതിയുടെ സ്വാഭാവികത നഷ്ടപ്പെടുത്തുന്നുവെന്നും ഇഴജന്തുക്കളും മറ്റ് ജീവജാലങ്ങളും ചത്തൊടുങ്ങുമെന്നും ചൂട് വർദ്ധിക്കാൻ ഇടയാക്കുമെന്നും പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള പ്രവർത്തകർ പറയുന്നു. വനത്തിനുള്ളിലെ ഉരകജീവികള്, പാമ്പ്, അതുപോലെ കരയാമ, പക്ഷികളുടെ മുട്ടയടക്കം പക്ഷികളും അനേകം പക്ഷികളും അപൂർവ ഇനം സ്പീഷീസുകളും ഇതിനോടൊപ്പം ബന്ധികളാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ കൺട്രോൾ ബേണിംഗ് എന്ന സിസ്റ്റം കാലഹരണപ്പെട്ടതും അശാസ്ത്രീയവുമാണ്. ഇതിനെതിരെ നിരവധി തവണ പരാതിയും റിപ്പോർട്ടും കൊടുത്തിട്ടും ഇപ്പോഴും ഇവർ നിർബാധം ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉന്നത അധികാരികൾ, സർക്കാർ ഇതിൽ ഇടപെട്ട് ഈ കൺട്രോൾ ബേണിംഗ് സിസ്റ്റം, അശാസ്ത്രീയമായ സിസ്റ്റം നിർത്തിവെപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വേനൽക്കാലത്ത് വനാതിർത്തികളിൽ തീ പടരുന്നത് പതിവാണ്. ജനങ്ങളുടെ അശ്രദ്ധമായ ഇടപെടൽ കൊണ്ടും സാമൂഹ്യ വിരുദ്ധരുടെ അക്രമ പ്രവർത്തനങ്ങൾ കൊണ്ടും വനത്തിൽ അഗ്നിബാധയുണ്ടാകും. കാട്ടുതീ തടയാൻ ഫയർ ലൈൻ തെളിക്കുന്നത് കാര്യക്ഷമമായി നടപ്പാക്കണമെന്നും വന്യജീവികൾക്കും മറ്റ് ആവാസ വ്യവസ്ഥകൾക്കും ദോഷകരമായ കൺട്രോൾ ബേണിംഗ് ഒഴിവാക്കാൻ വനം വകുപ്പ് തയ്യാറാകണമെന്നും പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള ഇടുക്കി ജില്ലാ ഘടകം ആവശ്യപ്പെട്ടു. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിൽ കൂറ്റൻ മരം കടപുഴകി വീണ അപകടം. റോഡരികിൽ നിർത്തിയിട്ട കാറുകൾക്ക് മുകളിലേക്കാണ് മരം പതിച്ചത്. കാറിലുണ്ടായിരുന്ന സ്ത്രീകൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുതിയ കോട്ടയിൽ ഉച്ചയോടെയാണ് അപകടം. റോഡരികിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരമാണ് താഴേക്ക് പതിച്ചത്. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറുകൾക്ക് മുകളിലേക്ക് മരം പതിക്കുകയായിരുന്നു. അപകടത്തിൽപ്പെട്ടവരെ ഉടൻ തന്നെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് പുറത്തെടുത്തു. പള്ളി പോകുമ്പോൾ അവിടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, തൊട്ടടുത്ത് അതിലൊരു ഫാമിലി ഉണ്ടായിരുന്നു. പള്ളി പോയിട്ട് ഞാൻ പള്ളിയിൽ എപ്പോഴും കുട്ടികളൊന്നും ഇവിടുന്ന് ഓടി വരുന്നുണ്ട്. ബാപ്പ ഇങ്ങനെ മരം വീണിട്ട് 2 വണ്ടിയിനകത്ത് മരം വീണു. കാറിലുണ്ടായിരുന്ന 2 പേർക്ക് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ഫയർഫോഴ്സ് എത്തി മരങ്ങൾ മുറിച്ചു നീക്കി. നഗരത്തിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. ന്യൂസ് 18 കാസർഗോഡ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പാത്തോളജി ലാബിൽ പരിശോധനയ്ക്ക് അയച്ച ശരീരഭാഗങ്ങൾ ആക്രിക്കാരൻ കൊണ്ടുപോയതാണെന്ന് സ്ഥിരീകരിച്ചു. രോഗനിർണയത്തിന് അയച്ച സാമ്പിളുകൾ ഇയാളുടെ പക്കൽ നിന്നും കണ്ടെത്തി. ആക്രിയാണെന്ന് കരുതി എടുത്തതാണെന്ന് വിൽപ്പനക്കാരൻ മൊഴി നൽകി. വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. എല്ലാ ശരീരഭാഗങ്ങളും കേടുകൂടാതെ കിട്ടിയെന്നും തുടർ പരിശോധനയ്ക്ക് തടസ്സമില്ലെന്നും പാത്തോളജി വിഭാഗം മേധാവി ഡോക്ടർ ലൈല രാജി വ്യക്തമാക്കി. സാധനം കിട്ടിയിട്ടുണ്ട്. ഒരു 3 മണിയായപ്പോഴാണ് ഞാൻ റൂമർ കേട്ടു. ഞാൻ കൺഫേം ചെയ്യാനായിട്ട് ഇവിടുത്തെ എസ്റ്റേറ്റ് മാനേജറെ വിളിച്ചു ചോദിച്ചു. കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആക്രിക്കാരൻ കൊണ്ടുപോയെന്നും പറഞ്ഞു. അത്ര എനിക്കറിയാമായിരുന്നു. എല്ലാം കിട്ടി. ഇല്ല ഇല്ല ഇല്ല. കാരണം ഫോർമാലിൽ ഒന്ന് ഫിക്സേറ്റ് ഒഴിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിന്റെ ടിഷ്യൂ ഒന്നും ഡാമേജ്ഡ് ആവില്ല. ഔദ്യോഗിക തിരക്കിനിടയിലും കൃഷിക്കായി സമയം മാറ്റിവെക്കുകയാണ് കോഴിക്കോട് പെരുവയൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത തോട്ടോഞ്ചേരി. വീടിനോട് ചേർന്നുള്ള തരിശായി കിടന്ന 50 സെന്റ് സ്ഥലമാണ് കൃഷിക്കായി ഉപയോഗിച്ചത്. സുബിതയുടെ തോട്ടം നിറയെ പപ്പായകൾ വിളഞ്ഞു നിൽക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തങ്ങൾക്കിടയിലും ഇവ പരിചരിക്കാൻ സമയം കണ്ടെത്തുന്നുണ്ട് സുബിത തോട്ടോഞ്ചേരി. വീടിനോട് ചേർന്ന് തരിശായി കിടന്ന 50 സെന്റ് കൃഷിയോഗ്യമാക്കിയാണ് കൃഷി തുടങ്ങിയത്. റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായയാണ് നട്ടത്. പഞ്ചായത്തിലെ കാർഷിക കർമ്മസേന തയ്യാറാക്കിയ തൈകളാണ് കൃഷിയിടത്തിൽ നട്ടിരുന്നത്. 6 മാസം മുൻപ് പാകിയ പപ്പായ തൈകളെല്ലാം നിറയെ കായ്ച്ചു. പഞ്ചായത്തിലുള്ളവർക്ക് കൃഷിയിൽ പ്രചോദനം നൽകാനായതായി സുബിത പറയുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെയും കൂടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇത് എന്നുള്ളതും കൂടെ എൻ്റെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചിന്തയിൽ നിന്നും കൂടെയാണ് പ്രധാനമായിട്ടും അതിൻ്റെ സപ്പോർട്ട് 100% ഹസ്ബൻഡിൻ്റെതായിരുന്നു. അദ്ദേഹത്തിൽ ഇതിൻ്റെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇതിൻ്റെ കായെല്ലാം പറിച്ച് ഞാൻ വിപണിയിൽ കൊടുക്കുന്നതിന് മുന്നേ തന്നെ എന്നെ വിട്ടുപോയി എന്നുള്ള ഒരു സങ്കടം കൂടെ ഈ ഒരു കാര്യം, ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം കൂടെ എൻ്റെ മുന്നിലുണ്ട്. എങ്കിലും എനിക്ക് ഇത് വലിയ ഒരു നല്ല രീതിയിലുള്ള ഒരു കൃഷിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള കൃഷി എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാ ആളുകൾക്കും ഈ കൃഷി വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ഇതെല്ലാവർക്കും ഒരു പ്രചോദനമായി മാറണം. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തോട്ടത്തിൽ നിരവധി പേർ പപ്പായ വാങ്ങാനെത്തുന്നുണ്ട്. പപ്പായ കൃഷിക്ക് പുറമെ വിവിധ വാഴകളും പച്ചക്കറികളും ഇടവിളിയായി ഇവിടെ വളരുന്നുമുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. നോമ്പുതുറ സമയത്തിന് കഠിനവേടിക്ക് കാതോർക്കുന്ന നാടാണ് മലപ്പുറം വാഴക്കാട്. വാഴക്കാട് വലിയ ജുമാ മസ്ജിദിൽ നിന്നും നോമ്പുതുറ അറിയിക്കുന്നത് കഠിനവേടി പൊട്ടിച്ചുകൊണ്ടാണ്. നോമ്പുകാലത്ത് ബാങ്ക് വിളി സമയം കഠിനവേടിയൊച്ചയിൽ കേട്ട് നോമ്പ് തുറക്കുകയാണ് ഒരു ഗ്രാമം.
41 വർഷമായി MC അബ്ദുള്ളയാണ് മുടങ്ങാതെ കതിന വെടിപൊട്ടിക്കുന്നത്. സാങ്കേതിക വിദ്യകൾ ഏറെ പുരോഗമിച്ചിട്ടും കൃത്യതയാർന്ന സമയക്രമം പാലിക്കാൻ കാതോർക്കുന്ന ഒരു നാടാണ് വാഴക്കാട്. പണ്ട് കാലത്ത് പള്ളികൾ കുറവായിരുന്നതിനാൽ കതിനവെടി കേട്ടാണ് ആളുകൾ നോമ്പ് തുറന്നിരുന്നത്. അത്താഴത്തിനും നോമ്പ് തുറക്കുന്നതിനും കതിനവെടി ഒച്ചയായിരുന്നു സമയം അറിയിച്ചിരുന്നത്. ഇന്ന് കാലം മാറിയെങ്കിലും ഈ ആചാരം ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. കതിനയിൽ കളിമണ്ണ് എത്രത്തോളം ഇടിച്ചു നിറക്കുന്നുവോ അത്രത്തോളം ശബ്ദം കൂടും. ചുരുങ്ങിയത് 100 പ്രാവശ്യമെങ്കിലും ഒരു കതിനയിൽ കളിമണ്ണ് ഇടിച്ചു നിറക്കും. 8 കിലോമീറ്റർ ചുറ്റളവിൽ വെടിയൊച്ച കേൾക്കാൻ സാധിക്കും. പെരുന്നാൾ അറിയിക്കുന്നതും കതിന വെടി മുഴക്കിയാണ്. ഒരു 5-8 കിലോമീറ്റർ ചുറ്റളവിൽ ഈ വെടി ശ്രദ്ധിക്കുന്നവരും കേൾക്കുന്നവരുണ്ട്. ആ കാരണത്താൽ ഇപ്പോൾ ഏത് മുജാഹിദോ സുന്നിയോ ജമാഅത്തോ പാർട്ടിയോ സംഘടന ഒന്നും വിഷയമല്ല. എന്താ വെച്ചാൽ എല്ലാവരും ഇതിനെ ആദർശിക്കുന്നവരുണ്ട്. അതെന്താ വെച്ചാൽ ഒന്നാമത് ഇപ്പോൾ ഇതാണ് പല പള്ളിയിലും പല ക്ലോക്കിനും പല സമയമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിന് എന്തായാലും നോമ്പിന് വെടി വെട്ടുമല്ലോ എന്നുള്ള ഉദ്ദേശത്തിൻ്റെ മുകളിൽ അത് ഉറപ്പിച്ച് കാത്തിക്കുന്ന ആളുകളുണ്ട്. മുൻപ് പലയിടങ്ങളിലും മസ്ജിദുകളിൽ നോമ്പ് കാലത്ത് കതിന വെടി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ശേഷിക്കുന്നത് വാഴക്കാട് പോലെ ചുരുക്കം ചില ഇടങ്ങളിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇന്നാടിന് ഇതൊരു ഗൃഹാതുരത്വത്തിലേക്കുള്ള തിരിച്ചുനടത്തം കൂടിയാണ്. ന്യൂസ് 18 മലപ്പുറം. ദിവസവും 500-ലധികം പേർക്ക് സ്നേഹത്തിന്റെ ഇഫ്താർ വിരുന്നൊരുക്കി മലപ്പുറം വളാഞ്ചേരി കോട്ടപ്പുറം മഹല് ജുമാ മസ്ജിദ്. നാട്ടിലെ ചെറുപ്പക്കാരുടെ അകമഴിഞ്ഞ പിന്തുണയാണ് ഈ കൂട്ടായ്മയുടെ വിജയം. മസ്ജിദ് മുറ്റത്ത് 500-ലധികം പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം. നമസ്കാരം കഴിഞ്ഞാൽ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവാക്കളും നാട്ടുകാരും നോമ്പുതുറയ്ക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങും. ഈന്തപ്പഴം, പലതരം പഴവർഗ്ഗങ്ങൾ, പലഹാരം, നാരങ്ങാവെള്ളം തുടങ്ങിയ വിഭവങ്ങൾ ഒരുക്കും. ബാങ്ക് വിളിക്കുമ്പോൾ യാത്രക്കാരും നാട്ടുകാരും വിദ്യാർത്ഥികളുമടക്കം 500-ലധികം പേരെത്തും. നോമ്പുതുറയും നമസ്കാരവും കഴിഞ്ഞാൽ എല്ലാവർക്കും ബിരിയാണിയും നൽകും. 1-ാം നോമ്പ് മുതൽ ആരംഭിച്ചതാണ് ഈ സൽപ്രവൃത്തി. ആദ്യം 250 പേർക്കായി തുടങ്ങി. ഇപ്പോൾ 500-ലധികം പേർ ഇഫ്താർ വിരുന്നിൽ എത്തുന്നുണ്ട്. നമ്മൾ തുടങ്ങുമ്പോൾ ഒരു 200 ആളെ 250 ആളെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. അതിപ്പോൾ 450-500 ആളായിട്ട് കൂടിയിട്ടുണ്ട്. ഇനിയും ഇങ്ങനെ തന്നെയാണെങ്കിൽ അത് ഇനിയും 10-50 ആൾ വെച്ചിട്ട് ദിവസേന കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ നാട്ടുകാരെല്ലാം കൂടി ഒരുക്കുന്നുണ്ട്. അതിന് പ്രവർത്തകരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ വളരെ സജീവമായിട്ട് രംഗത്തുള്ളതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇത് നോമ്പ് അവസാനിക്കുന്നവരെ നല്ല നിലക്ക് മുന്നോട്ട് പോകുന്ന തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നല്ല മനുഷ്യരുടെ സഹായമുള്ളതിനാൽ സംഭാവന ചോദിച്ചു വാങ്ങേണ്ടി വന്നിട്ടില്ലെന്ന് മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നു. ഈ കൂട്ടായ്മയുടെ മഹല്ല് കമ്മിറ്റിയുടെ കീഴിലുള്ള ഫുഡ് കമ്മിറ്റി ഇതിനായി പ്രത്യേകം തയ്യാറാക്കുകയും അവരുടെ നേതൃത്വത്തിൽ നല്ല പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇന്ന് 500 ആളുകൾക്കുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഇവിടുത്തെ നാട്ടിലെ ചെറുപ്പക്കാർ ഒരു 10-50 ആൾ ഇതിനായിട്ട് സന്നദ്ധരായിട്ട് ഫുൾ ടൈം 4 മണി മുതൽ ഇനി നോമ്പ് തുറക്കുന്നവരെ നിങ്ങൾക്ക് കാണാം വളരെ സജീവമായി ഇതിനു വേണ്ടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മഹല്ല് കമ്മിറ്റി പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇഫ്താർ വിരുന്നൊരുക്കാൻ നേരത്തെ തന്നെ യുവാക്കൾ എത്തിച്ചേരും. എല്ലാവരിലേക്കും നോമ്പുതുറ വിഭവം എത്തിയെന്ന് ഉറപ്പുവരുത്തും. നോമ്പുതുറ കഴിഞ്ഞാൽ സ്ഥലം വൃത്തിയാക്കിയാണ് ഇവർ മടങ്ങുക. ന്യൂസ് 18 തിരൂർ. ശോചനീയാവസ്ഥയിലായ ക്ഷേത്രകുളം ശുചീകരിക്കാൻ നാടൊന്നടങ്കം കൈകോർത്തു. പാലക്കാട് വിളയൂർ കരിപ്പമണ്ണ ശിവക്ഷേത്ര കുളമാണ് ജനകീയ കൂട്ടായ്മ ശുചീകരിച്ചത്. ഒരുപാട് പേർ ആശ്രയിച്ചിരുന്നതാണ് കരിപ്പമണ്ണ ശിവക്ഷേത്രത്തിലെ ഈ കുളം. നവീകരണമില്ലാതായതോടെ കുളം നശിച്ചു. അരികിടിഞ്ഞും ചെളിയും പായലും നിറഞ്ഞും കുളം നാശമായി. ഇതോടെയാണ് കുളം ശുചീകരിക്കാൻ നാട്ടുകാർ ഒന്നിച്ചത്. ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ജനകീയ കൂട്ടായ്മയുടെ പ്രവർത്തനം. കരിപ്പമണ്ണ അമ്പലത്തിന്റെ ഇപ്രാവശ്യത്തെ ശിവരാത്രി ആഘോഷം നാട്ടുകാരുടെയും ഭക്തരുടെയും സഹകരണത്തോടുകൂടി ഈ നാട്ടിലെ എല്ലാ കുട്ടികളുടെയും സ്ത്രീകളുടെയും കലാപരിപാടികളോടുകൂടി ഗംഭീരമായി ആഘോഷിച്ചു. ഇന്നലെ അതിൻ്റെ ഭാഗമായി നടന്ന മീറ്റിങ്ങിൽ നമ്മൾ കുളത്തിലെ ചണ്ടി വാരുന്നതിന് വേണ്ടി എല്ലാ ജനകീയ സഹകരണത്തോടുകൂടി ചണ്ടി വാരാൻ തീരുമാനിച്ചു. ഇപ്പോൾ ചണ്ടി ഏകദേശം വാരിക്കഴിഞ്ഞ് കുളം ആളുകൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ കയ്യും കാലും കഴുകുന്നതിനോ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിൽ വൃത്തിയാക്കിയിരിക്കുന്നു. കുളത്തിന് ചുറ്റുമുള്ള പ്രദേശം കാട് മൂടിയിരുന്നു. എല്ലാം വൃത്തിയാക്കി. പതിറ്റാണ്ടുകളുടെ ചരിത്രമുള്ള കുളം മതിൽ കെട്ടിയും പടവുകൾ നിർമ്മിച്ചും സംരക്ഷിക്കണമെന്ന ആവശ്യം കൂടിയുണ്ട് ഇവർക്ക്. ന്യൂസ് 18 പാലക്കാട്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ആർച്ച് പാലത്തിന് 90 വയസ്സായിരിക്കുന്നു. പെരിയാറിന് കുറുകെ
നേര്യമംഗലത്ത് പണി കഴിപ്പിച്ച പാലമാണ് 8 പതിറ്റാണ്ടായി ഇടുക്കിക്കാർക്ക് പുറം ലോകത്തേക്കുള്ള വാതിലാകുന്നത്. 1935 മാർച്ചിൽ അന്നത്തെ ഭരണാധികാരി രാമവർമ്മ ശ്രീ ചിത്തിര തിരുനാളായിരുന്നു പാലം ഗതാഗതത്തിനായി തുറന്നു നൽകിയത്. പഴയ പാലത്തിന് സമാന്തരമായി പുതിയ പാലത്തിന്റെ നിർമ്മാണ ജോലികളും ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ഇടുക്കിക്കാർക്ക് നേര്യമംഗലം പാലം ഗതാഗത മാർഗമാണെങ്കിൽ പുറത്തുനിന്നുള്ളവർക്ക് ഇത് കൗതുക നിർമ്മിതി കൂടിയാണ്. പെരിയാറിന് കുറുകെ വനത്തോട് ചേർന്ന് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലാണ് പാലം. ഹൈറേഞ്ചിൽ നിന്ന് തേയിലയും സുഗന്ധവിളകളും മരങ്ങളും കൊച്ചിയിലേക്ക് കൊണ്ടുപോകാനായി ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് ഈ പാലം. പ്രളയങ്ങളെ അതിജീവിച്ച ചരിത്രമുണ്ട് ഈ പാലത്തിന്. 1924 ഉണ്ടായ പ്രളയത്തിൽ അന്ന് മാങ്കുളത്തുകൂടി ഉണ്ടായിരുന്ന ആലുവ മൂന്നാർ റോഡ് ഒലിച്ചുപോയി. ഇതോടെ കോതമംഗലത്ത് നിന്നും നേര്യമംഗലം അടിമാലി വഴി മൂന്നാറിലേക്ക് പുതിയ പാത തുറന്നു. ആദ്യ പ്രളയം കഴിഞ്ഞ് 11 വർഷം പിന്നിട്ടപ്പോൾ നിർമ്മിച്ച നേര്യമംഗലം പാലം കേരളം നേരിട്ട രണ്ടാം പ്രളയത്തെയും അതിജീവിച്ച് ഹൈറേഞ്ചുകാർക്കിന്നും സഞ്ചാരമാർഗമായി നിൽക്കുകയാണ്. മീറ്റർ നീളവും 4.90 മീറ്റർ വീതിയുമാണ് ഈ ആർച്ച് പാലത്തിനുള്ളത്. 1935 മാർച്ചിൽ അന്നത്തെ ഭരണാധികാരി രാമവർമ്മ ശ്രീ ചിത്തിര തിരുനാളായിരുന്നു പാലം ഗതാഗതത്തിനായി തുറന്നു നൽകിയത്. പാലം 90 വർഷം പിന്നിടുമ്പോൾ പഴയ പാലത്തിന് സമാന്തരമായി പുതിയ പാലത്തിന്റെ നിർമ്മാണ ജോലികളും തുടരുന്നുണ്ട്. നിലവിലെ പാലത്തിലെ ഗതാഗത കുരുക്കാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നിന്നുയരുന്ന ഒരു പരാതി. പുതിയ പാലം വന്നാൽ ഈ പരാതിയും പരിഹരിക്കും. ന്യൂസ് 18 ഇടുക്കി. പൊരിവെയിലിൽ കരിഞ്ഞുണങ്ങിയ ചെടികൾ പുതിയ ചട്ടിയിൽ നട്ടുനനച്ച് പിടിപ്പിച്ച് കോഴിക്കോട് മുക്കം നഗരസഭയിലെ ഹരിത കർമ്മസേനാംഗങ്ങൾ. സംസ്ഥാനത്ത് സീറോ വേസ്റ്റ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി നടക്കുന്ന നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് ചെടികൾ റീപ്ലാന്റ് ചെയ്തത്. മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായി ഈ മാസം 30-നാണ് സംസ്ഥാനത്ത് സീറോ വേസ്റ്റ് പ്രഖ്യാപനം. ഇതിന്റെ ഭാഗമായി മുക്കം നഗരത്തിന്റെ മുഖമാകെ മാറ്റുകയാണ് ഹരിതകർമ്മസേനയും വിവിധ സന്നദ്ധ പ്രവർത്തകരും. ഹരിതകർമ്മസേനയും മുക്കം വാക്കിംഗ് ക്ലബ്ബും ചേർന്നാണ് ചെടികൾ റീപ്ലാന്റ് ചെയ്തത്. പുതിയ ചട്ടിയിൽ വെച്ചുപിടിപ്പിച്ച് നട്ടു നനച്ചതോടെ ഈ ചെടികളെല്ലാം പച്ച പിടിച്ചു. നഗര ശുചീകരണത്തിന്റെ ആവശ്യം വിളിച്ചോതുന്ന അറിയിപ്പുകൾ മുക്കത്തെ സർക്കാർ സ്ഥാപനങ്ങളുടെയും പാർക്കുകളുടെയും ചുമരുകളിൽ നേരത്തെ സ്ഥാപിച്ചിരുന്നു. പാലത്തിന്റെ കൈവരികളിലും ആൽത്തറകളിലും മറ്റും ബോധവൽക്കരണ ബോർഡുകളും വെച്ചിട്ടുണ്ട്. മുക്കം നഗരസഭ നമ്മുടെ എല്ലാ ഡിവിഷനുകളിലും മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും ഏറ്റെടുത്ത് നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് മുക്കം ടൗണിൽ നേരത്തെ സ്ഥാപിച്ചിട്ടുള്ള സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള ചെടികളും മറ്റെല്ലാം തന്നെ റീപ്ലാന്റ് ചെയ്ത് മുക്കം നഗരസഭ ഏതായാലും അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തി വരികയാണ്. മാലിന്യമില്ലാത്ത മുക്കം എന്ന പ്രഖ്യാപനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് എല്ലാ പ്രദേശത്തും വീടുകളിലും പട്ടണങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തി വരുന്നുണ്ട്. അതിനുള്ള എല്ലാവരും അതിൻ്റെ നേതൃത്വം നൽകി വരികയാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. റീപ്ലാന്റ് ചെയ്ത ചെടികൾ കൈവരികളിൽ വയ്ക്കുന്നതിന്റെ ഉദ്ഘാടനം മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു നിർവഹിച്ചു. മുക്കം ടൗൺ ഡിവിഷൻ കൗൺസിലർ പ്രജിത പ്രദീപ്, കൗൺസിലർ അശ്വതി, സനൂജ്, നഗരസഭാ സെക്രട്ടറി ബിവിൻ ജോസഫ്, JHIമാർ, മുക്കം വാക്കിംഗ് ക്ലബ് പ്രതിനിധികളായ ആസാദ് മുക്കം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 മുക്കം. ഹരിത കർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ഓരോ പഞ്ചായത്തിലും വ്യത്യസ്തമാണ്. സമൂഹം മാലിന്യമുക്തമാക്കുവാൻ സർക്കാർ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾക്കൊപ്പം ഹരിത കർമ്മസേനാംഗങ്ങളുടെ സ്വന്തമായ ആശയങ്ങളും ചേരുമ്പോഴാണ് പദ്ധതി പലപ്പോഴും വിജയകരമാകുന്നത്. ഇടുക്കി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേനയുടെ മാത്രമായൊരു ആശയമാണ് ഹരിത സെൽഫി പോയിന്റ്. മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ വിജയത്തിലെത്തിക്കാൻ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ വേറിട്ട ആശയങ്ങൾ പലപ്പോഴും ഫലപ്രദമാവാറുണ്ട്. ക്യാമ്പയിന്റെ ഭാഗമായി അത്തരമൊരു പുതിയ ആശയമാണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേന മുന്നോട്ട് വയ്ക്കുന്നത്. ഹരിതകർമ്മ സേന ശേഖരിച്ച മാലിന്യ കുപ്പികളുടെ അടപ്പുകൾ ഉപയോഗിച്ച് ചിത്രശലഭത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ച സെൽഫി പോയിന്റ് ആണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. ഇന്റർനാഷണൽ സീറോ വേസ്റ്റ് ഡേയിൽ സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അത് വിപുലമായ പരിപാടികളോടുകൂടി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനപ്രകാരം നമ്മളും പ്രഖ്യാപനത്തിനൊരുങ്ങിയാണ്. അപ്പോൾ ഈ സെൽഫി പോയിന്റ് ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഹരിതകർമ്മസേനക്കാരുടെ വിയർപ്പിന്റെ ഫലമായിട്ട് ലഭിച്ച കുപ്പി അടപ്പുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു.
ഇതുവഴി കടന്നുപോകുന്നവർ സെൽഫി പോയിന്റിൽ വന്ന് സെൽഫി എടുത്താണ് മടങ്ങുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്ന ചിത്രത്തിന് പാരിതോഷികവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സജി മുത്തനാംകുഴി സെൽഫി പോയിന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂസ് 18 ഇടുക്കി. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി പ്രൈം ഡിബേറ്റിൽ മഞ്ജുഷ് ഗോപാൽ ചേരും. നമസ്കാരം.